അങ്ങനെ ആം ആദ്മിയും BJP-യിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനും BJP-ക്കും ബദലായി മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് BJP-യുടെ ഓപ്പറേഷൻ ലോട്ടസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇന്ന് അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ അധികാരത്തിലേറിയ ഒരു പാർട്ടിക്ക് സ്വന്തം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും നിയമപരമായ വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അതും ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു വിപ്ലവകരമായ പാർട്ടിക്ക്. ഡൽഹിയിൽ BJP-ക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന മണ്ണിൽ ആം ആദ്മി നേടിയ വിജയം ഇപ്പോൾ അതേ പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ആം ആദ്മി പാർട്ടിയുടെ കരുത്തരായിരുന്ന രാജ്യസഭാ MP-മാരിൽ വലിയൊരു വിഭാഗം BJP-യിലേക്ക് ചേക്കേറിയത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. രാഘവ് ചന്ദ, സന്ദീപ് പഥക് തുടങ്ങിയ പ്രമുഖ തന്ത്രജ്ഞരുടെ വിടവാങ്ങൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും കോടതി നടപടികളും പാർട്ടിയുടെ ധാർമ്മികത എന്ന പ്രതിച്ഛായയ്ക്കും വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വിചാരണ കോടതികളിൽ നിന്നുള്ള അനുകൂല വിധികൾ പോലും മേൽക്കോടതികളിലെ അപ്പീലുകൾ കാരണം പാർട്ടിയെ പൂർണ്ണമായും ആശ്വസിപ്പിക്കുന്നുമില്ല. ഇനി കെജ്രിവാൾ എന്തു ചെയ്യുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ചോദ്യവുമാണ്. നിലവിലെ സാഹചര്യത്തിൽ തന്നെയും പാർട്ടിയെയും വേട്ടയാടുന്നുവെന്ന ഇരവാദം ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കാട്ടാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുക. ഗാന്ധിയൻ മാതൃകയിലുള്ള സത്യാഗ്രഹ സമരങ്ങളിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും ജനവികാരം അനുകൂലമാക്കാനുള്ള നീക്കത്തിലാണ് AAP. കൊഴിഞ്ഞുപോയ നേതാക്കൾക്ക് പകരം താഴെത്തട്ടിൽ നിന്ന് പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നത് കെജ്രിവാളിന് മുന്നിലെ വലിയൊരു കടമ്പ തന്നെ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും തങ്ങളുടെ സ്വാധീനം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ മോഹങ്ങൾക്ക് അത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുക. ജനാധിപത്യത്തെ BJP അട്ടിമറിക്കുന്നു എന്ന പ്രചാരണം വീട് തോറും എത്തിച്ച് സാധാരണക്കാരുടെ പിന്തുണ തിരിച്ചു പിടിക്കാനാണ് കെജ്രിവാൾ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അല്ലാതെ മറ്റൊന്നും അവർക്ക് മുന്നിൽ ചെയ്യാനുമില്ല. ഫീനിക്സ് പക്ഷിയെ പോലെ പാർട്ടി തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഈ തകർച്ച പൂർണ്ണമാകുമോ എന്ന് വരും മാസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ ലോട്ടസ്. അതിലാണ് AAP-യും കുടുങ്ങിയത്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഭരണം പിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റു പാർട്ടികളിലെ ജനപ്രതിനിധികളെ സ്വാധീനിച്ച് സ്വന്തം പാളയത്തിൽ എത്തിച്ച് അധികാരം പിടിച്ചെടുക്കുന്ന തന്ത്രത്തെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദീർഘകാലത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. എന്നാൽ സമീപകാലത്ത് ആ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ BJP-യിലേക്ക് ചേക്കേറുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അധികാരത്തിന്റെ മറവിൽ BJP തുടരുന്ന ഓപ്പറേഷൻ ലോട്ടസ്. ഓപ്പറേഷൻ ലോട്ടസ് പ്രധാനമായും 3 രീതികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആദ്യത്തേത് പ്രലോഭനങ്ങൾ തന്നെയാണ്. അധികാരമോ സ്ഥാനമാനങ്ങളോ വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ ആകർഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തേത് സമ്മർദ്ദ തന്ത്രങ്ങളാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളും കേസുകളും വഴി നേതാക്കളെ ഭയപ്പെടുത്തി കൂറുമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന പരാതി ഇവിടെ വ്യാപകമാണ്. മൂന്നാമത്തേത് ഭരണകക്ഷിയിലെ ആഭ്യന്തര തർക്കങ്ങൾ മുതലെടുത്ത് MLA-മാരെ അടർത്തിയെടുക്കുക എന്നതാണ്. ഡൽഹിയിലും പഞ്ചാബിലും ഭരണമുള്ള ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ ഇളക്കാൻ ഇത്തരം നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട് എന്ന് AAP നേതൃത്വം നിരന്തരം ആരോപിച്ചിട്ടുമുണ്ട്. നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിടുമ്പോൾ അത് സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാവുകയും ചെയ്തേക്കാം. ഭരണസ്തംഭനം ഉണ്ടാകുകയോ അല്ലെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കുകയോ ചെയ്യുക എന്നതാണ് ഇത്തരം നീക്കങ്ങളിലൂടെയുള്ള ലക്ഷ്യം. BJP ഓപ്പറേഷൻ ലോട്ടസിലൂടെ ലക്ഷ്യമിടുന്നത് എങ്ങനെ പ്രതിപക്ഷ ശക്തി ഇല്ലാതാക്കാം എന്ന കാര്യം തന്നെയാണ്. അതിന്റെ ഒടുവിലത്തെ ഇരയായി മാറുകയാണ് ആം ആദ്മി എന്നത് വളരെ ഗൗരവമേറിയ കാര്യവുമാണ്. കേവലം ഒരു പാർട്ടിയുടെ തകർച്ച എന്നതിലുപരി ശക്തമായ പ്രാദേശിക ദേശീയ ബദലുകളെ ഇല്ലാതാക്കാൻ ഭരണകൂടം സ്വീകരിക്കുന്ന ബഹുമുഖ തന്ത്രങ്ങളുടെ ഒരു പരീക്ഷണശാലയായി ഈ സാഹചര്യം മാറിയിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇതിൽ പ്രധാനമായും പറയപ്പെടുന്നത്. മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം നേതാക്കളെ മാനസികമായും രാഷ്ട്രീയമായും തളർത്താറുണ്ട്. ഇതിന് പിന്നാലെയാണ് വാഷിംഗ് മെഷീൻ എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്ന കൂറുമാറ്റ പ്രക്രിയയും നടക്കുന്നത്. അതേ പരിഹാസ്യം നടത്തിയവർ പോലും ഇപ്പോൾ ആ പാർട്ടിയുടെ ഭാഗമാണ്. ഇവരൊക്കെ BJP-യിൽ ചേരുന്നതോടെ ആ കേസുകൾ മന്ദഗതിയിലാവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുന്നതാണ് ഇവിടുത്തെ പതിവ് രീതി. സാമ്പത്തികമായ കരുത്തും അധികാരത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ച് ജനപ്രതിനിധികളെ സ്വാധീനിക്കുന്നത് മറ്റൊരു രീതിയാണ്. തെരഞ്ഞെടുപ്പിലൂടെ ഭരണം നേടാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ പോലും
മറ്റു പാർട്ടികളിലെ MLA-മാരെയും MP-മാരെയും അടർത്തിയെടുത്ത് ഭരണം പിടിക്കുന്ന രീതി കർണാടകയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന തന്ത്രജ്ഞരെയും സംഘാടകരെയും ഒപ്പം കൂട്ടുന്നതിലൂടെ പാർട്ടിയുടെ പ്രവർത്തനത്തെ തന്നെ നിശ്ചലമാക്കാനാണ് BJP ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്, ജനാധിപത്യത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം എന്നത് ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ അനിവാര്യമാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങളിലൂടെ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. ജനവിധി അട്ടിമറിക്കപ്പെടുകയും ജനപ്രതിനിധികൾ ചരക്കുകളായി മാറുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ സംസ്കാരം വരാനിരിക്കുന്ന കാലത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആശങ്ക തന്നെയാണ് നൽകുന്നത്. കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും നിലനിൽപ്പിനായുള്ള പോരാട്ടം അതിനാൽ തന്നെ ഒരു പാർട്ടിയുടെ മാത്രം പോരാട്ടമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ.